ഇവിടെ ഹീറോയിന് കല്യാണം കഴിഞ്ഞ് ഏകദേശം 10 വർഷമായിട്ടും ഇപ്പോഴും കുട്ടിയുണ്ടാവില്ല. അതിന് കാരണമാണെങ്കിൽ ഹീറോന്റെ ഹസ്ബൻഡ് ആയിരിക്കും. സദാസമയം അവനാണെങ്കിൽ വർക്കിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് ഹീറോ ശ്രദ്ധിക്കാതെ വിടുകയാണ്. ഇൻഫാക്ട് ഇവർ തമ്മിൽ നടത്തിട്ട് തന്നെ ഏകദേശം 1 വർഷമായി കാണും. സോ ഹീറോയിനും ഈ ലോൺലിനെസ് മാറ്റാനായിട്ട് അടുത്തുള്ള കോഫി ഷോപ്പിലേക്ക് വർക്കിന് പോകാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു ദിവസം ആ കടയിലേക്ക് ഒരു ഹാൻഡ്സമായ ചെറുപ്പക്കാരൻ ഫുഡ് കഴിക്കാനായിട്ട് വരികയാണ്. എന്നാൽ അവന്റെ ആണെങ്കിൽ പൈസ ഉണ്ടാവില്ല, പേഴ്സ് വീട്ടിൽ മറന്നു എന്ന് പറയും. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവന്റെ കോസ്റ്റ്ലി മോതിരം ഹീറോയിന് ഊരി കൊടുക്കുകയാണ്. എന്നിട്ട് അവൻ പൈസ തരുന്ന സമയത്ത് തിരിച്ചെന്നാൽ മതി എന്ന് പറയും. സോ ഹീറോയിനും ആ മോതിരം സേഫ് ആയിട്ട് ബാഗിൽ വെക്കുകയാണ്. പക്ഷെ ബസ്സിൽ പോകുന്ന സമയത്തായിരിക്കും ആ ബാഗ് കയറിയിരിക്കുന്നത് ഹീറോ ശ്രദ്ധിക്കുക. ആ ബാഗിലാണെങ്കിൽ ആ മോതിരം ഉണ്ടാവില്ല, അത് മിസ്സാവാണ്. പക്ഷെ അവനാണെങ്കിൽ കറക്റ്റായിട്ട് അടുത്ത പൈസ കൊണ്ടുവരും. ആ മോതിരം ചോദിക്കുന്ന സമയത്ത് അത് ഇവള് വീട്ടിൽ വെച്ച് മറന്നു എന്ന് പറയാണ്. സോ ഹീറോയിനും വേറെ വഴിയില്ലാതെ അവന്റെ അഡ്രസ് വാങ്ങിയിട്ട് അത് വീട്ടിൽ കൊണ്ട് കൊടുക്കാന്ന് പറയും. അങ്ങനെ അടുത്ത ദിവസം ഇവൾ അവന്റെ വീട്ടിൽ പോയിട്ട് മോതിരം മിസ്സായ കാര്യം പറയാണ്. പക്ഷെ അവനാണെങ്കിൽ ആ മോതിരം അമ്മയുടെ ഓർമ്മയായിട്ടുള്ളതാണെന്ന് പറയണം. അതുകൊണ്ട് തന്നെ ഹീറോയിനും സോറി ചോദിക്കും. ആ മോതിരത്തിന്റെ പൈസ കുറച്ച് ശമ്പളം കിട്ടുമ്പോൾ തരാന്ന് പറയാണ്. അന്ന് മുതൽ അവൻ കടിക്കുന്ന ഇവളാണെങ്കിൽ പൈസ വാങ്ങില്ല, പകരം ഇവൾക്ക് ശമ്പളം കിട്ടി അത് കൊടുക്കാൻ നോക്കും. എന്നാൽ അവനാണെങ്കിൽ പൈസ വേണ്ടെന്ന് പറയും. നിങ്ങൾ എന്റെ ഫ്രണ്ടായി തന്നെ മതി എന്ന് പറയും. ഇതിൽ ഹീറോയിന് അവന് വലിയ ഇംപ്രസ് ആവണം. അതേ സമയത്ത് അവന് ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ പിയാനോ പ്ലേ ചെയ്യുന്ന ഗ്യാപ്പിൽ രണ്ടാൾ പരസ്പരം ക്ലോസ് ആവാണ്, ഫിസിക്കലായിട്ട് ഒന്നാവും. ഇവൾക്ക് ഹസ്ബൻഡ് കൊടുക്കാത്ത കെയർ ലവും ഇവന്റെ നേട്ടുന്നോടെ ഹീറോയിൻ ഇവനെ പ്രേമിക്കാൻ തുടങ്ങുകയാണ്. അതേസമയം ഇത്ര കാലം ഇവളെ അവോയ്ഡ് ചെയ്ത ഹസ്ബൻഡ് ഇവളും അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സമയം പോകുന്തോറും ഇവർ തമ്മിലുള്ള ബന്ധമാണെങ്കിൽ ഡീപ്പ് ആവാൻ തുടങ്ങുകയാണ്. അവസാനത്തെ അഫയറായിട്ട് മാറും. അങ്ങനെ ഒരു ദിവസം ഇവർ ഒന്നായിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവനൊരു കോൾ വരും. അതിൽ ദേഷ്യപ്പെടുന്ന അവനാണെങ്കിൽ ആ ദേഷ്യം മുഴുവനായിട്ട് ഹീറോയിന് മേലെ കാണിക്കുകയാണ്. സോ ഇതിൽ ടെൻഷൻ ആവുന്ന ഹീറോയിനാണെങ്കിൽ അവൻ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. ഇവള് കടയിലേക്ക് പോകാതെ 2 ദിവസം ലീവ് ആക്കണം. പക്ഷെ ആ സമയത്ത് അവനാണെങ്കിൽ ഇവളെ അന്വേഷിച്ച കടയിലേക്ക് പോകുകയാണ്. ഹീറോയിന്റെ ഫ്രണ്ട് ആയിരിക്കും ഈ കാര്യങ്ങളെല്ലാം ഹീറോയിനെ വിളിച്ച് പറയുന്നുണ്ടാവുക. പക്ഷെ അതേ സമയത്ത് അവളാണെങ്കിൽ ഇതേപോലെ ചെറുപ്പക്കാരെ പ്രണയിക്കാൻ നിൽക്കണ്ടെന്ന് പറയാണ്. എന്നാൽ ഈ അഡ്വൈസ് ഇവള് കാര്യമൊക്കെ എടുക്കില്ല. പക്ഷെ ആ സമയത്ത് അവനാണെങ്കിൽ ഇവളെ കാണേണ്ട ഇവളുടെ വീട്ടിലേക്ക് തന്നെ വരും. ഞാൻ ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ്, നീയും എന്റെ കൂടെ വരണമെന്ന് പറയും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് ഹസ്ബൻഡ് വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് ഇവനാണെങ്കിൽ ഒരു പ്ലംബറെ പോലെ ലീക്കേജ് എല്ലാം കറക്റ്റാക്കിയിട്ട് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങും. പക്ഷെ ഹീറോയിന്റെ മേലെ ഒരു ചെറിയ സംശയം പോലും ഹസ്ബൻഡിന് വരുന്നുണ്ടാവില്ല. ഇവൾക്കാണെങ്കിൽ അവന്റെ മേലെ വീണ്ടും അളവില്ലാത്ത പ്രണയം തോന്നുകയാണ്. സോ അവനെ കാണാനായിട്ട് അവന്റെ വീട്ടിൽ പോയാൽ അവനാണെങ്കിൽ ഹീറോയിനോട് ഒളിച്ചോടാൻ വേണ്ടി തയ്യാറാവാൻ പറയും. അടുത്ത ദിവസം അവനാണെങ്കിൽ ഒരു ബാഗ് കൊണ്ടുവന്ന് ഹീറോ വർക്ക് ചെയ്യുന്ന കോഫി ഷോപ്പിൽ വെക്കാൻ പറയുന്നത് പോകുന്ന സമയത്ത് എടുക്കാന്ന് പറയും. അങ്ങനെ ഹസ്ബൻഡിനോട് ഡിവോഴ്സിനെ കുറിച്ച് പറയാൻ പോകുന്ന സമയത്ത് ഇവൾ വർക്ക് ചെയ്യുന്ന കോഫി ഷോപ്പ് ബ്ലാസ്റ്റ് ചെയ്യുന്ന ന്യൂസിൽ പറയുന്നുണ്ടാവും. അതിൽ ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് എല്ലാം മരിച്ചു എന്ന് പറയണം. പക്ഷെ സ്റ്റാർട്ട് ചെയ്തതിനെല്ലാം കാരണം ഇവളെ ലവറാണ് പറഞ്ഞാൽ അവർ ഫോട്ടോ കാണിക്കുന്നുണ്ടാവും. ആക്ച്വലി അവനും അവന്റെ ഫ്രണ്ട്സും ടെററിസ്റ്റ് ആയിരിക്കും. ഇതറിയുന്ന ഹീറോയിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സങ്കടത്തിൽ ഇരുന്ന് പോകുകയാണ്.